ഭാര്യ പരമ്പരയിലെ ശരത്തായും പൂക്കാലം വരമായി പരമ്പരയിലെ അഭിമന്യുവായും എത്തി മലയാളികളുടെ പ്രിയ നടനായി മാറിയ ആളാണ് അരുൺ രാഘവ്. ഒരേ സമയം വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും സ്ത്രീ വേഷത്തിലെത്തിയുമൊക്കെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അരുൺ രാഘവ് കയറിക്കൂടിയത്. മിന്നും പ്രകടനം തന്നെയാണ് താരം ഭാര്യ എന്ന പരമ്പരയിലൂടെ കാഴ്ചവെച്ചത്. അതിനുശേഷവും മുൻനിര നായകന്മാരുടെ ഒപ്പം അരുൺ രാഘവും മിനി സ്ക്രീനിൽ സ്ഥാനമുറപ്പിച്ചു. റിയൽ ലൈഫിലെ പ്രണയം എന്ന് പറയുന്നത് ഒരുപാട് പറയാനുണ്ടെന്നാണ് അരുൺ പറയുന്നത്. ഒരിക്കൽ ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും ഫോട്ടോഗ്രാഫിയും ചെയ്യാൻ പോയപ്പോഴാണ് തന്റെ പ്രണയിനി തന്റെ ഭാര്യയെ ആദ്യമായി കാണുന്നത്. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു എന്ന് പറയുകയാണ് അരുൺ. പ്രണയം തുറന്നു പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തിൽ തന്നെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു എന്നും അരുൺ പറയുന്നു. 24-ാം വയസ്സിലാണ് വിവാഹകാര്യം വീട്ടിൽ പറയുന്നത്. നീ ആരെ വിവാഹം കഴിക്കണം എന്ന കാര്യം തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷെ നീയും ദിവ്യയും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു 40 വയസ്സാകുമ്പോൾ നീ നല്ല യങ് ആയിരിക്കും. പക്ഷെ ലേഡീസ് അങ്ങനെയല്ല. ഡെലിവറി ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു. എങ്കിലും 25-ാം വയസ്സിൽ വിവാഹം നടന്നു. ഇപ്പോൾ എടുത്തുചാടി ഒരു വിവാഹം വേണ്ടിയിരുന്നില്ലെന്ന് പിന്നെ തോന്നിയെങ്കിലും ഭാര്യ ദിവ്യയുടെ പിന്തുണ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണെന്നാണ് അരുൺ പറയുന്നത്. സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് ഒരു പുതുമുഖത്തെ അവർ പരിഗണിച്ചാലും ഒരിക്കലും സീരിയലിൽ നിന്നുള്ളവരെ അവർ പ്രിഫർ ചെയ്യുകയില്ല. അവൻ സീരിയൽ നടനാണ്, നമുക്ക് പുതുമുഖത്തെ വെച്ച് ചെയ്യാം എന്നാണ് പൊതുവിലുള്ള രീതി. പിന്നെ വേറെ സംസാരം കേട്ടിട്ടുള്ളത് അവൻ ഓവർ എക്സ്പോസ്ഡ് ആണെന്നതാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഫേസ് എത്ര ഫെമിലിയർ ആകുന്നു എന്നുള്ളതല്ല, അത് നല്ല കാര്യമല്ലേ എന്നാണ് അരുണിന്റെ ചോദ്യം. IT ജോബിൽ നിന്നും അഭിനയ മേഖലയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ഭാര്യ തന്നെയായിരുന്നു. തന്റെ കാറിന്റെ EMI അടയ്ക്കാൻ പോലുമുള്ള തുക ആദ്യത്തെ സീരിയലിൽ നിന്നും കിട്ടിയില്ല. ആകെ നിരാശയായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് 1 മാസത്തെ പേയ്മെന്റ് കിട്ടുമെന്നാണ്. അല്ലാതെ 10 ദിവസം വർക്ക് ചെയ്താൽ അത്രയും ക്യാഷേ വരൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സീരിയലിൽ സാലറി കൂട്ടി ചോദിക്കുകയായിരുന്നു എന്നും പറയുന്നു. ഹിറ്റ്ലർ എന്ന കഥാപാത്രം പേര് പോലെ തന്നെ സ്ട്രിക്റ്റ് ആയ ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ റൊമാൻറ്റിക് തീമിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ള കഥാപാത്രമായിട്ടാണ് പോകുന്നത്. ഭാര്യയ്ക്ക് ശേഷം ഇപ്പോഴാണ് നല്ലൊരു കഥാപാത്രം കിട്ടിയതെന്നും അരുൺ പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകിയത് പിറന്നാൾ ആഘോഷം തന്നെയാണ്. ഏഷ്യാനെറ്റ് സംപ്രേക്ഷണം ചെയ്ത ഭാര്യ എന്ന പരമ്പരയിലൂടെയാണ് അരുൺ പ്രേക്ഷകരുടെ പ്രിയങ്കരനായത്. നെഗറ്റീവ് കഥാപാത്രമായിരുന്നു അത്. പിന്നീട് സി കേരളം സംപ്രേക്ഷണം ചെയ്ത പൂക്കാലം വരമായി എന്ന പരമ്പരയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. അഭിമന്യു എന്ന കഥാപാത്രം എന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രം തന്നെയാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് താൻ അഭിനയ രംഗത്തേക്ക് എത്തിയതെന്ന് അരുൺ പറയാറുണ്ട്. അഥവാ ഫിംഗർ പ്രിന്റ് എന്തെങ്കിലും കാരണവശാൽ വർക്ക് ചെയ്തില്ല, ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ലോക്ക് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ ആക്സസ് കാർഡ് ഉണ്ട്, ആക്സസ് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫോണിൽ ഇതിന്റെ ഇപ്പോ ഈ അൺലോക്ക് ചെയ്തതന്നെയാണ് എനിക്ക് ഈ അലർട്ട് വന്നത് ലോക്കിന്റെ. അപ്പൊ ഇത് ഇവിടുന്ന് എനിക്ക് അൺലോക്ക് ചെയ്യാം. കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ഗണപതി ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഈ ഗണപതി. ഇത് എവിടുന്നാണ്? ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതായത് നമ്മള് അത്ര ഞാൻ നേരത്തെ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, അത്ര റിലീജിയസ് അല്ല. ഇതൊന്നും നമ്മൾ വാങ്ങി വെച്ചതല്ല. അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോ ഞാൻ ഗണപതി എന്ന് ചിന്തിച്ചിരുന്നു. നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത്. ഇതും ഇതിന്റെ മുകളിലിരിക്കുന്ന ഗണപതിയും ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നമ്മളുടെ ഇഷ്ടങ്ങളാണ്. അതെ, എനിക്കറിയാം. ഈ വീട്ടില് നമുക്ക് ഇഷ്ടമാണ്. എത്ര ബുദ്ധയുണ്ട്? 1, 2 ഉറങ്ങുന്ന ബുദ്ധയുണ്ട്. ഇത് ഫ്ലവർ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അയ്യോ, എവിടെ? സൈഡിലും ഉണ്ട്. ഇവിടെ ഒരു ബുദ്ധയുണ്ട്. കണ്ട, ഒരു കുഞ്ഞാള് അവിടെ ഇരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരാളുണ്ട്, നമുക്കൊന്ന് വിളിച്ചാലോ? അത് ഒളിച്ചിരിക്കുന്നത് നമ്മുടെ ഇതാണ്. പേര് വിളിച്ച ഉടനെ ഓണാവും. അലക്സ സ്വിച്ച് ഓൺ ഫാൻ 1. അപ്പൊ നമ്മുടെ വീട്ടില് ഏറ്റവും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആള് ഇദ്ദേഹമാണ്. ഫാന്, AC, അവിടുത്തെ ലൈറ്റ്, ഈവൻ ഡോർ ലോക്ക്, ഫ്രണ്ടിലെ ക്യാമറ എന്ന് വേണ്ട ഈ വീട്ടിൽ ഒരുവിധം സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇപ്പൊ TV ആണെങ്കിൽ പോലും ഓഫ് ചെയ്യണമെങ്കിലും ഓൺ ചെയ്യണമെങ്കിലും എനിക്ക് പറഞ്ഞാൽ മതി. ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു അലക്സയാണ്. നമ്മൾ പാട്ട് കേൾക്കാൻ വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇത്രമാത്രം അലക്സ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പലർക്കും അറിയില്ല. ഈ അലക്സ ഈ വീടിന്റെ മുക്കും മൂല എന്തോ വേണമെങ്കിലും കൺട്രോൾ ചെയ്ത് തരും നമുക്ക്. അതെ. ഇനി എനിക്ക് അരുണിന്റെ വീട്ടിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരിടമാണ് ഇത്. ഇതെന്താണെന്ന് നമുക്ക് തോന്നില്ലേ? ഇതെന്താണ് അരുൺ? ഇതൊരു TV ആണ്. സാംസങ്ങിന്റെ ദ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള TV ആണ്. അപ്പൊ ഇത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം പോലെ തന്നെ യൂസ് ചെയ്തേക്കാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു
എറേ പോലെ ഒരു ഇത് സെറ്റ് ചെയ്തേക്കാണ്. അവിടുന്ന് ഇങ്ങനെ ഇത് വന്ന് ഒരു വലിയ ഫ്രെയിമിലേക്ക് പോയി വീണ്ടും അത് ചെറുതായി പോകുന്ന പോലെ ഡിസൈൻ ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അരുണിന്റെ ഫാമിലി, ദിവ്യ ആദ്യത്തെ പിക്ചറോട് ഉണ്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് സമയത്തുള്ള ഫോട്ടോ ആണ് ഇത്. ഞാനും എന്റെ അനിയനുമാണ്. ഇത് നോക്കി കഴിഞ്ഞപ്പോ ധ്രുവനായിട്ട് ഏകദേശം ഒരു തോന്നും ഇത് കണ്ടു കഴിഞ്ഞാല്. ഇത് ധ്രുവ് വളരെ കുഞ്ഞായിരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞത് കുറച്ചു കാലം എനിക്കൊരു മോഡലിംഗ് പോലെ പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത ഫോട്ടോസിൽ ഒരെണ്ണമാണത്. പിന്നെ ഇത് അനിയന്റെ മകനും ധ്രുവും. ഇത് നമ്മളുടെ ഒരു ഫുൾ ജനറേഷൻ, നമ്മുടെ ഫാമിലിയിലുള്ള മെയിൽ. ഇതുകൊണ്ട് ഒരു എന്താ പറയാ, പെണ്ണുങ്ങളെ ഒഴിവാക്കിയതല്ല, നമ്മളുടെ ജനറേഷൻ മുഴുവൻ ആണുങ്ങളായിപ്പോയി. ഇപ്പൊ എന്റെ അച്ഛൻ 2 ആൺമക്കളാണ്, അനിയന് ആൺമക്കളാണ് 2 പേരും, എനിക്കും ആൺകുട്ടിയാണ്. അപ്പൊ ആ ഒരു ആണുങ്ങളാണ് മൊത്തം. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ധ്രുവുണ്ട്, അനിയന്റെ മകനുണ്ട്, ആര്യനുണ്ട്, അനിയനുണ്ട്, അരുണുണ്ട്, അച്ഛനുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ എല്ലാരും? ഈ വീട്ടിലെ എല്ലാരും തന്നെ ഇവിടെ ഈ ചുവരുകളിലുണ്ട്. അതൊരു ഭംഗിയായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എനിക്ക് തോന്നിയ അരുൺ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക ഒരു വലിയ ഫോട്ടോ ഫ്രെയിം വെച്ചിരിക്കുന്ന പോലെയാണ്. അതെ അതെ, അതിനുവേണ്ടി തന്നെയാണ് ചെയ്തത് ഞാൻ. അതായത് ഒരു വലിയ ഫ്രെയിമിന്റെ ഉള്ളിൽ കുറെ കുഞ്ഞു ഫ്രെയിമുകൾ എന്നുള്ളൊരു ഇതിലായിരുന്നു ചെയ്തത്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ കളർ ഫോട്ടോ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, കിട്ടിയത് കൊണ്ട് അവിടെ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇത് JBLന്റെ സ്പീക്കർ സിസ്റ്റം ആണ്. ഇത് എനിക്കൊന്ന് അരുൺ പറയുന്നില്ലേ, ടിവിനേക്കാൾ വില കൊടുത്ത് വാങ്ങിയ ഒരു കാര്യമാണിത്. അപ്പൊ ഇത് 9.1 ആണ് ആക്ച്വലി. അപ്പൊ ഇതിന്റെ വയർലെസ് 2 സ്പീക്കേഴ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അവിടെ വെക്കാം, അല്ലാത്ത സമയത്ത് എടുത്ത് ഇവിടെ ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബാർ ആയിട്ട് നിൽക്കും. ഇത് എവിടെയെങ്കിലും യാത്ര ചെയ്തപ്പോ? അത് ഞങ്ങൾ ബാലിയിൽ പോയപ്പോ വാങ്ങിയതാണ്. അവിടുത്തെ ട്രഡീഷണൽ സാധനമാണ്. ഈ ഗിറ്റാർ ആരാ വായിക്കുക? ഗിറ്റാർ വായിക്കില്ലായിരുന്നു, ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ പഠനം കാര്യമായി ഉണ്ടായില്ല. അപ്പൊ ഇതിങ്ങനെ ഭംഗിക്ക് ഇവിടെ വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇതും ബാലിയുടെ ഇതാണോ? ഇത് ബാലി എന്നാണ്, പക്ഷെ ഞങ്ങൾ പോയപ്പോഴല്ല, എന്റെ ബ്രദറിലോ പോയിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്നതാണ്. അതെ, ഇത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഓരോ ചെറിയ സ്പേസ് ഇവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് റാക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ കുഞ്ഞി കുഞ്ഞി ചെടികള്, ബുക്ക് വെക്കാൻ മറ്റൊരു ഫ്ലോട്ടിംഗ് ഷെൽഫാണ്. അത് കണ്ടോ, അതില് ഇത് എങ്ങനെ ബുക്ക് നിൽക്കുന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലോ, ബുക്കിന്റെ മുകളിൽ ബുക്സ് ഇരിക്കുന്ന പോലെയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല അത് ആക്ച്വലി. അതിന്റെ ഉള്ളിൽ ഒരു ഫ്രെയിം ഉണ്ട്, അത് കാണാൻ പറ്റില്ല. അത് അങ്ങനെ അതൊരു ഫ്ലോട്ടിംഗ് ഇൻവിസിബിൾ ബുക്ക് ഷെൽഫ് എന്നൊക്കെ പറയാം നമുക്ക്. ഞാൻ വിചാരിച്ചത് ശരിക്കും ഒരു ബുക്കിന്റെ പുറത്ത് ബുക്ക് വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ. പക്ഷെ അത് നിക്കണ്ടേ, ഫ്ലോട്ട് ചെയ്യണ്ടേ. അപ്പൊ ഇതിന് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ബേസ് ഒന്നും ഇല്ല. കണ്ടോ, അതെല്ലോ. എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, ഒരുപാട് വീടാണിത്. ഇത് ഇവിടുത്തെ മറ്റൊരു ഇഷ്ടമുള്ള ഒരു ഏരിയ പറട്ടെ. ഇത് ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടക്കാം, അത്യാവശ്യം നമുക്ക് റിലാക്സ്. ഇവിടെ ചോദിക്കാതെ ഞങ്ങൾ വന്നപ്പോ തന്നെ അലക്സ ഞങ്ങൾക്ക് ഓൺ ചെയ്തു തന്ന ഒരാളാണ്. ഈ ലൈറ്റ് ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ്? ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ഐക്കയുടെ പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം പീസ് ആക്കി എടുക്കാം. ഇതിൽ ഓരോ പീസും നമുക്ക് ഊരി ഒരു ചെറിയൊരു കവറിലേക്ക് കൊണ്ടുപോകുന്ന സാധനമേ ഉള്ളൂ. അത് നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും നമ്മുടെ ആവശ്യത്തിന് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അതല്ല ഒരു എത്ര ഓപ്പൺ ചെയ്ത് വെക്കണം അത്ര ഓപ്പൺ ചെയ്ത് വെക്കാം. അതിനെ ഞാൻ വന്നപ്പോ ചോദിച്ചൊരു കാര്യം, എന്താണ് ഇവിടെ കാണാം എല്ലാവർക്കും ഇവിടെ ഒരു ഷെൽഫ് എന്ന്. അപ്പൊ പറഞ്ഞു എനിക്ക് കിട്ടുന്ന മറ്റേ ആദരവൊക്കെ വെക്കാനാണ്. അതെ, ഇവിടെ എല്ലാ ഏഷ്യാനെറ്റ് തൊട്ട് എല്ലാ ചാനൽസിന്റെയും സാധനങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുള്ള അവാർഡ്സും പിന്നെ ചില മൊമെന്റോസ് ആയിട്ട് നമുക്ക് തരുന്ന പല അരുണിനെ കാണാൻ പറ്റുമോ? ആ അരുൺ ഭയങ്കര വ്യത്യാസം, നിറയെ മുടിയുള്ള മറ്റൊരു മുടിയും താടിയൊക്കെ വെച്ചിട്ടുള്ളത്, ഫ്രഞ്ച് ബിയർഡ് വെച്ചിട്ടുള്ളത്, ഇതൊന്നും അല്ലാണ്ട് താടി വെച്ചിട്ടുള്ളത് എല്ലാം ഉണ്ട്. ഇത് ഇവിടെ ഒരു ഗ്ലാസ് പാനലായിരുന്നു ശരിക്കും, ട്രാൻസ്പെറന്റ് ആയിട്ട് അപ്പുറത്തേക്ക് കാണാൻ പാകത്തിന്. അത് ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു. ഇത് ഉണ്ടായിരുന്നില്ല അവിടെ. ഇവിടെ ഒരു ഇതുവരെ ശരിക്കും വോളായിരുന്നു. അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ആക്കി നമുക്ക് അത്യാവശ്യം ഇട്ടിരിക്കുമ്പോൾ കിച്ചണിലേക്ക് കാണാവുന്ന രീതിയിൽ. എന്നാൽ എത്തി നോക്കിയാലേ കാണുള്ളൂ. ഇപ്പൊ ആരെങ്കിലും വന്ന് ഇരിക്കുമ്പോൾ അവർക്ക് നേരെ കിച്ചൺ കാണാം. അതാണ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കണം ഇവിടെ ഇരുന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കി സംസാരിക്കാവുന്ന ഒരു ഫ്ലാറ്റ് എത്ര ഭംഗിയായിട്ട് വെക്കാമെന്നല്ലേ. ഇത് കണ്ടോ ഇവരുടെ ഫോട്ടോസ്. വെൽക്കം ടു അവർ കെയോസ്. അടിപൊളി. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ?
ഇതിവിടെ പനമ്പള്ളിയുള്ള ഒരു സ്റ്റോറിൽ പോയി കണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ വാങ്ങിയ സാധനങ്ങളിൽ പെട്ടതാണത്. എന്റെ വല്യച്ഛനും വല്യമ്മയും ഗിഫ്റ്റ് ചെയ്തതാണ് ഈ റെയിൽവേ ക്ലോക്ക്. അതുകൊണ്ട് അഗൈൻ ഇവിടെ റെയിൽവേ ക്ലോക്കിന്റെ ആവശ്യമുണ്ട്, കാരണം ഇവിടെ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതെ അതെ, ഇവിടുത്തെ വീട്ടുകാരി ദിവ്യ. ഭയങ്കര രസമായിട്ടുള്ള ഇത് ബാലി എന്നാണ്. അത് ബാലി എന്നാണെന്നാണ് എന്റെ ഓർമ്മ. കണ്ടിട്ടൊരു ബാലി ചായ ഉണ്ടല്ലേ, അതെ ബാലി തന്നെയാണത്. ഈ ക്ലോക്ക് നല്ല ഭംഗിയുണ്ട്. ഇത് ദിവ്യയുടെ ലോകമാണോ കൂടുതല്? ദിവ്യ, അമ്മ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട് ഇതിൽ. ഇപ്പൊ ഞാനും എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ഈ കിച്ചൺ നമുക്ക് ചെറുതായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത്, ശരിക്കും ഇവിടെ വരെ കിച്ചൺ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ ഓപ്പൺ ആക്കി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക ചെയ്തത്. ഇത് ഭയങ്കര ഓപ്പൺ കിച്ചൺ ആണ്. ഈ ഓപ്പൺ കിച്ചൺ ശരിക്കും നമ്മൾ എപ്പോഴും വൃത്തിക്ക് അല്ലെ സൂക്ഷിക്കണം എന്ന് പറയാം. മെയിൻ എല്ലാവരും വരുമ്പോ കാണുന്നതാണ്, വീട്ടിലെ സ്ത്രീകൾക്കാണ് പ്രധാനമാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ 2 ഓപ്പൺ ഷെൽഫ്, ഇങ്ങനത്തെ ഷെൽഫുകൾ, ഇതിനകത്തെല്ലാം സാധനങ്ങൾ വെക്കാം. ഇതിലിപ്പോ നമുക്ക് മിക്സിയുടെ ജാറും സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതും അഗൈൻ നമ്മൾ പോയി കണ്ട് വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ രസമായിട്ട് വാങ്ങിയ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ നൈഫ് ഫോർക്കിന് ഈ മാഗ്നറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും ആളുകൾ ഇത് ചിലർ കണ്ട് ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്.